ഡ്രീഫിൽ ക്രിയേഷൻ്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് സിബിൽ സ്കോർ? സിബിൽ സ്കോർ എങ്ങനെ പരിശോധിക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സാമ്പത്തിക വിനിമയങ്ങൾ എപ്പോഴും കുറച്ച് തലവേദനയുള്ള കാര്യമാണ്. നമ്മുടെ വരവിന് അനുസരിച്ചല്ല നമുക്ക് പണം ചിലവാകുന്നതെങ്കിൽ പിന്നെ പറയേണ്ട കാര്യവുമില്ല. ചില സമയത്ത് പ്രത്യേക ആവശ്യങ്ങൾക്കായി കുറച്ചധികം പണം വേണ്ടി വന്നേക്കാം. അത് തവണകളായി അടച്ചു തീർക്കാനായിരിക്കും നമുക്ക് താല്പര്യവും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ലോൺ എടുക്കാറാണ് പതിവ്. അത്ര എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്നല്ല ലോൺ കിട്ടാനുള്ള ഒരു പ്രധാന മാനദണ്ഡമാണ് ക്രെഡിറ്റ് സ്കോർ. ഒരു ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കുന്നതിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നിർണായക പങ്ക് വഹിക്കുന്നു. നിങ്ങൾ ഒരു ബാങ്കിനെയോ സാമ്പത്തിക സ്ഥാപനത്തെയോ സമീപിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുകയോ ലോൺ അംഗീകരിക്കുന്നതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യും. ബാങ്കുകൾ, ക്രെഡിറ്റ് കമ്പനികൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ എന്നിവയിൽ നിന്നുള്ള നിങ്ങളുടെ ക്രെഡിറ്റ് ചരിത്രത്തിന്റെ റെക്കോർഡ് ഈ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അടങ്ങിയിരിക്കുന്നു. 300 മുതൽ 900 വരെയാണ് ക്രെഡിറ്റ് സ്കോർ അക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് യോഗ്യതയെ കാണിക്കുന്നു. കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ആകട്ടെ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാനുള്ള നിങ്ങളുടെ സാധ്യതയും കുറയുന്നു. ക്രെഡിറ്റ് സ്കോർ 700-നും അതിനു മുകളിലും ഉള്ളത് നല്ലതായാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങളുടെ ആരോഗ്യകരമായ അക്കൗണ്ട് മാനേജ്മെന്റിലൂടെ സ്കോർ ക്രമേണ വർദ്ധിക്കും. നിങ്ങൾ ലോണിന് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കുക എന്നത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ലോണിനും പുതിയ ക്രെഡിറ്റ് അപേക്ഷയ്ക്കും അംഗീകാരം നൽകുമ്പോഴും ഓഫർ ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ അന്തിമമാകുമ്പോഴും വായ്പാദാതാവ് നിങ്ങളുടെ സിബിൽ സ്കോർ പരിഗണിക്കുന്നു. നല്ല സിബിൽ സ്കോർ ഉള്ളത് പല കേസുകളിലും കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സുഗമമായി ലഭിക്കാൻ പോലും നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ സിബിൽ സ്കോർ മികച്ചതാണെങ്കിൽ ഉയർന്ന തുക നിങ്ങൾക്ക് വായ്പയായി ലഭിക്കും. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം. ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇത്രയും ലോൺ തുകയ്ക്ക് അപേക്ഷിച്ചാൽ അപേക്ഷ നിരസിക്കുമോ എന്നും ആ സമയത്ത് തുക കുറയ്ക്കാനോ മറ്റു വഴികൾ നോക്കാനും നിങ്ങളെ സഹായിക്കും. സൗജന്യമായ സിബിൽ സ്കോർ പരിശോധന നടത്താവുന്ന നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇവ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഓൺലൈനായിട്ട് സിബിൽ സ്കോർ എങ്ങനെ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സിബിൽ വെബ്സൈറ്റിൽ നേരിട്ട് ലോഗിൻ ചെയ്ത് ക്രെഡിറ്റ് സ്കോർ പരിശോധിക്കാം. അല്ലെങ്കിൽ സൗജന്യമായി സിബിൽ സ്കോർ പരിശോധനയ്ക്കായി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മറ്റ് സേവന ദാതാക്കളെയോ മറ്റു മാർഗങ്ങളെയോ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. സിബിൽ സ്കോർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നമ്മൾ sibil.com എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സിബിൽ എന്ന് പറയുന്നത് www.sibil.com എന്ന ഇങ്ങനൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഗെറ്റ് ഫ്രീ സിബിൽ സ്കോർ റിപ്പോർട്ട്. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈലും കാര്യങ്ങളൊക്കെ കാണാം. ഗെറ്റ് ഫ്രീ സിബിൽ സ്കോർ ആൻഡ് റിപ്പോർട്ട് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഈ ഒരു ഇതിൽ ഇവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, പാസ്വേഡ് കൊടുക്കണം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ തന്നെ ID ടൈപ്പ് ഉണ്ട്. ID ടൈപ്പിൽ ഇൻകം ടാക്സ്, പാസ്പോർട്ട്, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ് ഏത് വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് അതിന് നമ്പർ അടിച്ചു കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക, പിൻ കോഡ് അടിക്കുക, നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചിട്ട് ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കാണാൻ പറ്റുന്നതാണ്. യൂസർ നെയിം നമ്മുടെ മെയിൽ ID തന്നെയായിരിക്കും. പാസ്വേഡ് നേരത്തെ കൊടുത്ത പാസ്വേഡാണ് വരിക. അത് എന്നിട്ട് ലോഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ മെയിൽ IDക്കും ഒരു OTP വരുന്നതാണ്. ആ ഒരു OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഒരു yes or no ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്നത് ഇത് നമ്മുടെ പേഴ്സണൽ ഡിവൈസ് ആണെങ്കിൽ നമ്മൾ യെസ് കൊടുത്ത് മുന്നോട്ട് പോവുക. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കഫേയിലോ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ട് പോവുക. എനിക്കിവിടെ പേഴ്സണൽ ഡിവൈസാണ്, അതുകൊണ്ട് ഞാൻ യെസ് കൊടുത്തിട്ട് മുന്നോട്ട് പോവുകയാണ്. കണ്ടിന്യൂ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗോ ടു ഡാഷ്ബോർഡ് എന്നൊരു ബട്ടൺ കാണാം. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ സിബിൽ സ്കോർ. എനിക്ക് ഇവിടെ 731 സിബിൽ സ്കോർ ഉള്ളത്. ഒരുവിധം നല്ല സിബിൽ സ്കോറാണ് ഇവിടെ ഉള്ളത്. വളരെ എളുപ്പത്തിൽ
നമുക്ക് നമ്മുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.